പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ ഈ ജപമാല പ്രാർത്ഥന നിരന്തരം ചൊല്ലുക. ആരെല്ലാം ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അവരെല്ലാം എൻ്റെ വലിയ കരുണ പ്രാപിക്കും. പ്രത്യേകിച്ചും മരണസമയത്ത് മരണാസന്നരുടെ സമീപത്ത് കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെയും പിതാവിൻ്റെയും നടുവിൽ ഞാനൊരു ന്യായാധിപനായിട്ടല്ല, രക്ഷകനായി നിലകൊള്ളും. അവസാന രക്ഷാമാർഗമായി പാപികൾക്ക് വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. എത്ര വലിയ കഠിന പാപിയായാൽ തന്നെയും ഒരിക്കലെങ്കിലും ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്നും കൃപ പ്രാപിക്കുന്നതാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പ്രദാനം ചെയ്യുന്നത്. ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽകുന്നതാണ്. എൻ്റെ അനന്ത കാരുണ്യത്തെപ്പറ്റി സമസ്ത ലോകവും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള കൃപാവരം നൽകുന്നതാണ്. നോക്കുക, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈ പ്രാർത്ഥന വിശ്വാസപൂർവ്വം ചൊല്ലുന്നവർക്ക് ലഭിക്കുന്നത്. ഫൗസ്റ്റീനായ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിലും ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഒരു ദിവസം 9 കരുണക്കൊന്ത വെച്ച് 9 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് പല എൻ്റെ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അനുഗ്രഹ ജപമാല പ്രാർത്ഥന വഴി നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽകുന്നതാണെന്ന്. പ്രിയമക്കളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തണം. ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഇന്നു മുതൽ നമുക്ക് വളരെ ഭക്തിയോടും സ്നേഹത്തോടും കൂടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അക്രൈസ്തവരായിട്ടുള്ള മക്കളാരെങ്കിലും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ പ്രാർത്ഥന ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളത് വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ പ്രാർത്ഥന അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.